ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ജഗാസ്തു ധർമ്മബോധായ നിത്യം അവ്യാഹതാത്മനാം. പ്രിയമുള്ള ആത്മസഹോദരങ്ങളെ, ഏവർക്കും വിനീതമായ പ്രണാമം. മനുഷ്യൻ നന്നാവണം എന്ന് ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സമൂഹത്തിൽ അതുവരെ നിലനിന്നിരുന്ന വളരെയധികം ധനം ദുർവ്യയം ചെയ്ത് നടത്തിയിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നവീകരിക്കേണ്ടത് കാലോചിതമാണെന്ന് മനസ്സിലാക്കി വിശ്വമാനവികതയുടെ സമഗ്രമായ മൂല്യ നവീകരണം ലക്ഷ്യമാക്കി അരുളി ചെയ്തു തന്നിട്ടുള്ള ഉപദേശങ്ങളുടെ ഒരു സമാഹാരമാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന കൃതി. നമുക്കറിയാം, പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴാണ് ഇതുപോലുള്ള ധർമ്മ ഗ്രന്ഥങ്ങൾക്ക് പ്രസക്തി ഏറി വരുന്നത്? ധാർമ്മികമായ അധപതനം, മൂല്യ ശോഷണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ധർമ്മ ഗ്രന്ഥങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായി വരുന്നത്. എപ്രകാരമാണ് ഒരു മനുഷ്യൻ നന്നായിട്ട് ജീവിക്കേണ്ടത്, അതിന് എപ്രകാരമുള്ള കാര്യങ്ങളാണ് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പ്രസ്തുത കൃതിയിലൂടെ മാനവരാശിയോട് അരുളി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തെ മനുഷ്യ ജീവിതത്തെ ആകമാനം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന അവസരത്തിൽ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകളിലും അനുസ്യൂതം പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അങ്ങനെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച് ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുസൈഡിൽ ധാർമ്മികമായ അധപതനം, മൂല്യശോഷണം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. സാമൂഹികമായ അരക്ഷിതാവസ്ഥയിലൂടെ, ശിഥിലമായ കുടുംബ ബന്ധങ്ങളിലൂടെ, അശാന്തിയും സമാധാനമില്ലായ്മയും നിറഞ്ഞ ഒരന്തരീക്ഷത്തിലൂടെയാണ് മനുഷ്യജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആകപ്പാടെ അരിക്ഷിതമായ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. ഇന്ന് എവിടെയോട്ട് ഒന്ന് സമൂഹത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് കണ്ണോടിച്ചാലും
സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധ തിരിച്ചുവിട്ടാലും നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുന്നത് സ്വന്തം ഭാര്യയെ, മക്കളെ ഉപേക്ഷിച്ച് അന്യ സ്ത്രീകളെ തേടിപ്പോകുന്ന പുരുഷന്മാർ, അതുപോലെ തന്നെ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് അന്യ പുരുഷന്മാരെ തേടിപ്പോകുന്ന സ്ത്രീകൾ, ശാന്തമല്ലാത്ത, സമാധാനപരമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കുടുംബജീവിതം നയിക്കേണ്ടി വരുന്നത് കൊണ്ട് കോടതിയിൽ കയറി ഇറങ്ങി നടന്ന് ജീവിതം നശിപ്പിക്കുന്ന വിവാഹിതരായവർ, ഇങ്ങനെ പല തട്ടിലൂടെ സമാധാനപരമല്ലാത്ത അരക്ഷിതമായ സാമൂഹിക ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെ പരിണത ഫലമായിട്ട് സിന്തറ്റിക് ഡ്രഗ്സിന് അടിമയാകുന്ന മക്കൾ, ഇന്ന് യുവതലമുറ എന്ന് പറയുന്നത് ഭാവിയുടെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നാം ഒക്കെ ആലോചിക്കേണ്ടുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് ശാശ്വതമായ ഒരു പരിഹാരം? ഈ അരക്ഷിതമായ സാമൂഹിക വ്യവസ്ഥിതിക്ക്, ശിഥിലമായ കുടുംബ ജീവിതത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരം ലഭിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹിതമായ ദർശനം, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. യാതൊരു വിദ്യ നേടിയാലാണോ ഇനി യാതൊന്നും അറിയപ്പെടേണ്ടതായിട്ടില്ലാത്തത്? ആ പരമാത്മവിദ്യയുടെ പരമാവധി കണ്ട സ്വാമി തൃപ്പാദങ്ങളുടെ മഹിതമായ ദർശനം, അൻപാർന്ന അരുളും അൻപും അനുകമ്പയും ചേർന്ന ഉപദേശങ്ങൾ, അതൊക്കെ തന്നെയാണ് മനുഷ്യനെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ അൻപാർന്ന ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ പ്രാപ്തമായത്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ മഹിതമായ ആ ദർശനം, സാരവത്തായ ആ ഉപദേശങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലേക്കും പ്രചരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കിന്ന് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന അതിമഹത്തരമായ കൃതിയിലെ 192 ശ്ലോകം, അഷ്ടമ സർഗത്തിൽ ഉൾപ്പെടുന്ന ആ ശ്ലോകത്തിലൂടെ ഒന്ന് കടന്നു പോകാം. അവിച്ഛിന്ന പ്രേമഭാജോ വർത്തതേ എത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തത് അതിപാവനം. അവിച്ഛിന്നമായ പ്രേമത്തോടുകൂടി, അവിച്ഛിന്നമായ, അതായത് ഛിന്ന ഭിന്നമാകാത്ത, നശിക്കാത്ത പ്രേമത്തോടുകൂടി ദമ്പതിമാർ എവിടെ വസിക്കുന്നുവോ ആ കുടുംബമാണ്, ആ കുലമാണ് തത് അതിപാവനം, അതിശ്രേഷ്ഠമായിട്ടുള്ളത്. ആ കുടുംബമാണ് അതിശ്രേഷ്ഠതരമായിട്ടുള്ളത്. ദമ്പതിമാർ പരസ്പര സ്നേഹത്തോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി, പരസ്പരം ബഹുമാനത്തോടുകൂടി എവിടെ വസിക്കുന്നുവോ ആ കുടുംബമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠതരമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത്. സ്വർലോക പ്രാപ്തിക്ക് തേടി നമ്മൾ ആരും എങ്ങും അലയണ്ട, എങ്ങൊന്നും കിട്ടുകയുമില്ല. നമ്മൾ എങ്ങനെയാണ് കുടുംബത്തിൽ ജീവിക്കേണ്ടത്? കുടുംബത്തിൽ പരസ്പര ബഹുമാനത്തോടെയും പരസ്പരം സ്നേഹത്തോടെയും പരസ്പരം പ്രേമത്തോടുകൂടിയും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നമ്മളൊന്ന് ജീവിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെയുള്ള കുടുംബത്തിലാണ് ശാന്തിയും സമാധാനവും സ്നേഹവും കളിയാടുന്നത്.
ഗൃഹസ്ഥ ജീവിതം അതിശ്രേഷ്ഠതരമാണ്. അത് ധർമ്മത്തിലൂന്നി സത്യത്തിനും ധർമ്മത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ഗൃഹസ്ഥ ജീവിതം ശ്രേഷ്ഠതരമാകുന്നത്. നമുക്കറിയാം, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉള്ള തെറ്റുകുറ്റങ്ങളെ, ജീവിത പങ്കാളിയിൽ കാണുന്ന പോരായ്മകളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കുടുംബത്തിൽ വാഗ്വാദങ്ങൾ നടത്തുമ്പോൾ അത് പരസ്പരമുള്ള വൈരാഗ്യത്തിലേക്കും സമാധാനക്കുറവിലേക്കും കുടുംബജീവിതത്തെ വലിച്ചിഴയ്ക്കും. എന്നാൽ അന്യോന്യമുള്ള കുറ്റങ്ങളെയും കുറവുകളെയും നമ്മൾ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും പങ്കാളിയിലുള്ള പോസിറ്റീവായിട്ടുള്ള നന്മയുടെ വശങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരസ്പരം നല്ല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് നേർവഴിക്ക് നയിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ജീവിതം ശോഭനമായി തീരും. ഗുരുവിൻ്റെ മഹത്തായ ആ അരുളപ്പാടിനെ സ്വജീവിതത്തിലേക്ക് ആരെങ്കിലും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം പരിപാവനമായി തീരും. ഗുരു പറയുന്നത് എന്താണ്? അവിഛിന്ന പ്രേമഭാജോ വർത്തതേ എത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തത് അതിപാവനം. സർവ ഐശ്വര്യപൂർണമായി തീരുമെന്നാണ് പറയുന്നത്. നശിക്കാത്ത പ്രേമത്തോടുകൂടി ദമ്പതിമാർ വസിക്കുകയാണെങ്കിൽ ആ കുടുംബം സർവശ്രേഷ്ഠമായി തീരും, സർവ ഐശ്വര്യ സമ്പൂർണമായി തീരും. അപ്പോൾ നമുക്കും എന്തു ചെയ്യാം? ഗുരുവിൻ്റെ വചനത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് കുടുംബജീവിതം സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കാം, സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വിളനിലമാക്കാം. നമ്മുടെ കുട്ടികൾ സിന്തറ്റിക് ഡ്രഗ്സ് തേടി എങ്ങും പോകില്ല. അവർ മാതാപിതാക്കളെ കണ്ടുകൊണ്ട് അവരുടെ നല്ല ജീവിതത്തെ കണ്ടുകൊണ്ട് നമ്മുടെ പാതയിലേക്ക് ആ കുഞ്ഞു മക്കളും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന സാമൂഹികമായ അരക്ഷിതാവസ്ഥയ്ക്കെല്ലാമുള്ള പോംവഴി ഗുരുവിൻ്റെ മഹിതമായ വചനത്തിൽ ദർശനത്തിൽ ഉണ്ട്. അത് നാം ഏവരും ഉൾക്കൊള്ളേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയമുള്ള ആത്മസഹോദരങ്ങളെ, ഏവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ശുഭചിന്തകൾക്കും ജീവിതത്തിൽ ഇടമുണ്ടാകുവാൻ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.